Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihil kareem wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yaumiddin. Amma ba'du, ittaqullaha ibadallah. പ്രിയമുള്ള സഹോദരന്മാരെ, സൂറ നിസാ അതിൻ്റെ 19ാമത്തെ ആയത്ത് ആണ് നമ്മൾ പഠിച്ചു വന്നത്. അത് കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടില്ല, ബാക്കി കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, സ്ത്രീകളെ കർഹൻ എന്ന് പറഞ്ഞാൽ ബലാത്കാരമായി അനന്തര സ്വത്തായി എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല, ഹലാലല്ല എന്ന് പറയുന്നു. വലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന, നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി, അതും കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും അവരെ മുടക്കിയിടുകയും ചെയ്യാൻ പാടില്ല. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ എന്തെങ്കിലും നീചവൃത്തി അവർ ചെയ്താലല്ലാതെ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ജാഹിലിയ കാലത്തൊക്കെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തെ അതൊരിക്കലും അത് നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അതിനെ വളരെ കണിശമായി, വളരെ നിഷിദ്ധമായി തന്നെ വിലക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സൂക്തമാണിത്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു, ഭാര്യമാർക്ക് നൽകിയിരുന്ന അവരുടെ മഹർ ഇങ്ങോട്ട് തിരിച്ചു ചെയ്യുകയാണെങ്കിൽ നിന്നെ വിവാഹമോചനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തിരിച്ചു തരാൻ വേണ്ടി അവരെന്ത് ചെയ്യും, മുടക്കിയിടും. അങ്ങനെയും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതാണ് വലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന എന്ന്. അദുല യഅദുലു, അതാണ് തഅദുലു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ മുടക്കിയിടുക. വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, തലാഖ് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് വേറെ വിവാഹബന്ധം സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാവുകയില്ല. തലാഖ് ചൊല്ലുമില്ല, എന്നാലോ അവർക്ക് ഒരു സഹധർമ്മിണി എന്നുള്ള അവരുടെ അവകാശങ്ങളൊന്നും നൽകുകയും ചെയ്യാത്ത ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പം നീതിപൂർവം ആയിരിക്കണം അവരോട് പെരുമാറേണ്ടത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് മര്യാദയോടുകൂടി സഹവർത്തിക്കുക എന്നതാണ്. മഅറൂഫോടുകൂടിയായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളികളോട്, സഹധർമ്മിണികളോട് നിങ്ങൾ സഹവർത്തിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മുആശറ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സഹവാസമാണ്. അത് നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ അതൊക്കെ മഅറൂഫോട് കൂടിയായിരിക്കണം എന്നുള്ളതാണ്. ഖുർആൻ അതേപോലെ തന്നെ ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് ഈ കാര്യത്തിൽ നൽകുന്നത്. അപ്പോൾ സ്ത്രീകളെ അവഗണിക്കുകയും അവർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരെ ഒരു ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന നിലയിൽ അവരെ ഒതുക്കുകയും ചെയ്യുന്ന ഒരു നീക്കം പുരുഷന്മാരിൽ നിന്ന് ഉണ്ടാകാവതല്ല എന്നതാണ് കൃത്യമായി അള്ളാഹു ഈ ഉത്ബോധനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, വളരെ മര്യാദയോടുകൂടിയായിരിക്കണം നിങ്ങൾ അവരോട് സഹവർത്തിക്കേണ്ടത് എന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശം, അതെല്ലാ മനുഷ്യന്മാർക്കും കിട്ടേണ്ട ഒരു അവകാശം കൂടിയാണ്. ഏത്? ഏറ്റവും നല്ല സഹവാസവും സഹവർത്തനവും. ആ പുരുഷന്മാരായ നമുക്കും അത് കിട്ടണ്ടേ? നമ്മളത് ആഗ്രഹിക്കുന്നില്ലേ? അതേപോലെ തന്നെയാണ് സ്ത്രീകളും. അവർക്കും ഈ നല്ല മുആശറത്ത് നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാന, വിശ്വാസം പരിപൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ആൾ ആരാണെന്നോ, അഹ്സനുഹും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. വൽതഫുഹും ബി അഹ്ലിഹി, തൻ്റെ സഹധർമ്മിണിയോട് ഏറ്റവും അലിവും ദയയും കാണിക്കുന്ന ആളാണ്.
വ അന അൽതഫു ബി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിനോട് ഏറ്റവും കൂടുതൽ അലിവും ദയയും കാണിക്കുന്നവനാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ യോഗ്യരാരാണ്, നമ്മുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയായവരാരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു തിരുവചനത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖിയാറുക്കും ലി നിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമന്മാർ നിങ്ങളുടെ പത്നിമാരോട്, നിങ്ങളുടെ സഹധർമ്മിണികളോട്, ജീവിത പങ്കാളികളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവരാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ ഏറ്റവും നല്ല പെരുമാറ്റവും കിട്ടാൻ അർഹർ ആര് തന്നെയാണ്? നമ്മുടെ കൂടെ സഹവസിക്കുന്നവരായ നമ്മുടെ ഇണകളാണ് എന്നാണ്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് മര്യാദയോടുകൂടി നല്ല നിലക്ക് സഹവർത്തിക്കണം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നതിലൂടെ, ഖുർആനിൻ്റെ ഈ ഉത്ബോധനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈമാനിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് റസൂൽ പറഞ്ഞത്. ഈമാനുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. ഈമാൻ പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഹുസ്നുൽ മുആശറ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ എന്താ പറയുന്നത് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കൂട്ടത്തിലെ യോഗ്യൻ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് പൊതുജനങ്ങളല്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എവിടുന്നാണ്? കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്നൊക്കെ പിരിഞ്ഞു പോരുമ്പോൾ കിട്ടൂലേ? പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായി വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേരണമെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് HM ഒരു സർട്ടിഫിക്കറ്റ് തരും. അതൊരു രീതിയാണ്. അതിലെന്താ എഴുതുക? എല്ലാവർക്കും കിട്ടുന്ന എന്തായിരിക്കും? ഗുഡിൻ്റെ അപ്പുറം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് കാണിച്ചു തരും, ഞാൻ അവർക്ക് പ്രത്യേക സമ്മാനം കൊടുക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ മേലധികാരി ഇത്ര കാലം ആ കുട്ടി പിന്നെ ആ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ 1 മുതൽ 10 വരെ ഒരു സ്ഥാപനത്തിൽ ആയിരിക്കും. ചിലപ്പോൾ ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ LPയിൽ വേറെ സെക്ഷനൊന്നും അല്ലെങ്കിൽ, UP വേറെ സെക്ഷൻ അല്ലെങ്കിൽ, അതിനൊക്കെ പ്രത്യേകം ചുമതലപ്പെടുത്ത ആൾക്കാരുണ്ടാകും. എന്നാലും 1 മുതൽ 10 വരെ കണ്ടും കേട്ടും നിൽക്കുന്ന ഒരു പ്രധാനാധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഗുഡിലപ്പുറം കൊടുക്കണല്ലേ, എത്ര നല്ല കുട്ടിയാണെങ്കിൽ. അതതിൻ്റെ രീതിയാണ്. പക്ഷേ അതൊരു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. പൊതുജനങ്ങളൊക്കെ ഇടയിൽ നിന്ന് നമുക്കും പല ആൾക്കാർക്കല്ലേ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് അവാർഡ് കൊടുക്കണത് നമുക്ക് കാണാൻ കഴിയും. പൊതുപ്രവർത്തനത്തിന് അവാർഡ് കൊടുക്കണമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കിട്ടേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്, വാങ്ങേണ്ടതാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ് എന്ന ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി അതിനുള്ള പരിശോധക സമിതിയിൽ നമ്മൾ വെക്കേണ്ടത് ആരെയാണ്? അതാണ് ഇവിടെ നമുക്ക് ഓർമ്മിച്ചത്. ആ പരിശോധക സമിതിയിലെ അംഗങ്ങൾ ആരായിരിക്കണം? ഒന്നാമത്തെ ആള് നമ്മുടെ ഭാര്യയായിരിക്കണം. ഞാൻ ആരാണ്, എൻ്റെ സ്വഭാവം എന്താണ് എന്ന് ആദ്യമായി പറയേണ്ടത്, അതിനുള്ള അവകാശം ഇസ്ലാം നൽകുന്നത് ആർക്കാണ്? എൻ്റെ ഭാര്യക്കാണ്. അതാണ് ഖിയാറുക്കും ലി നിസായിക്കും, നിങ്ങളുടെ സഹധർമ്മിണികളോട് ഏറ്റവും നന്മയോടുകൂടി നല്ല നിലക്ക് പെരുമാറുന്നവരും സഹവർത്തിക്കുന്നവരുമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? 1ാമത്തെ സർട്ടിഫിക്കറ്റ് ആരതാ കിട്ടിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അള്ളാഹ് തന്നെ കൊടുത്താണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ നിശ്ചയം താങ്കൾ മഹോന്നതമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. 2ാമത് അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലിനെ പറ്റി ചോദിക്കുകയാണ്, എങ്ങനെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? അതിന് മറുപടി എന്താണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്.
നമ്മളിത് അങ്ങനെയൊന്നും പറയണമെന്നില്ല അല്ലേ? ഭാര്യമാരോട് ചോദിച്ചിട്ട് ഭാര്യമാർ പറയും, നമ്മൾ പറയേണ്ടി വരും. ഇല്ലെങ്ങാനും ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കാണിച്ചില്ല നിലക്ക് പറയിപ്പിക്കേണ്ടി വരും. എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കാൻ ആൾക്കാർ ഇവിടെ വരും, നീ എന്ത് പറയണം? ഖുർആൻ എന്ന് നീ പറഞ്ഞിട്ട് റസൂല് പറഞ്ഞ മാതിരി, ആയിഷ ബീവി പറഞ്ഞ മാതിരി പറയണമെന്ന് പറയിപ്പിക്കേണ്ടി വരും. അത് നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. നമുക്കും അതിലൊരു സമാധാനം. ഇത് വെറുതെ ഒരു സംഭവം പറയുന്ന തരില്ലല്ലോ. റസൂലിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ നമ്മുടെ പത്നിമാർ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറയുന്ന വിധത്തിൽ തന്നെയെങ്കിലും എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ക്രമീകരിക്കണം. പിന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. റസൂൽ ഇത് മൊത്തത്തിലുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നോ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എങ്ങനെയാണ് ടൈം ചെലവഴിക്കുന്നതെന്നാണ് ചോദ്യം. വീട്ടിലെത്തിയാൽ എല്ലാവരും തിരക്കുള്ള മനുഷ്യന്മാരല്ലേ. അപ്പോൾ ശരിക്കും വീടണയുക എന്നുള്ളതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? വീടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ്റെ പേരെന്താണ്? നമ്മുടെ വീട്ടിനൊക്കെ ഓരോ പേര് കൊടുത്തിട്ടില്ലേ നമ്മൾ? മസ്കൻ, മസാഖിൻ എന്നാണ് പറഞ്ഞത്. സുക്കൂന് കിട്ടേണ്ട, സക്കീനത്ത് കിട്ടേണ്ട സ്ഥലമാണിത് വീട്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും സ്വാഭാവികമായി മനുഷ്യനുണ്ടാകും. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ, പരക്കം പാച്ചിലുകൾക്കിടയിൽ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കയറി ചെല്ലേണ്ട ഇടങ്ങളാകണമെന്ന്. പുറത്തൊന്ന് പോയി കടപ്പുറത്ത് പോയി ഒന്ന് കാറ്റുകൊണ്ടിരിക്കട്ടെ ഒറ്റക്ക് എന്നല്ല വിചാരിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടി. ആ കടലിലേക്കൊക്കെ നോക്കി ആ അസ്തമയം ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അതൊക്കെ വേണം. അതൊക്കെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഈ പ്രകൃതിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഒക്കെ വേണം. എന്നിട്ട് അള്ളാഹിനെ ഓർക്കുകയും വേണം. അതിലുപരി അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കയറി ചെല്ലേണ്ടത് നിങ്ങളുടെ വീടുകളിലേക്ക്, താമസ സ്ഥലങ്ങളിലേക്ക്. സമാധാനത്തിൻ്റെ ഗേഹം എന്നാണ്. ശാന്തിനികേതൻ എന്നൊക്കെ കേട്ടില്ലേ? ചില വീടുകൾക്ക് അങ്ങനെയൊക്കെ പേര് വരുന്നുണ്ട്. അറബിയിൽ മസ്കൽ എന്നും മലയാളത്തിൽ ഇങ്ങനെയൊക്കെ. ശാന്തിനികേതൻ ആരുണ്ടാക്കിയ ഒരു സ്ഥാപനമാണല്ലോ. ആരതാണ്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ, അദ്ദേഹത്തിൻ്റെ വിദ്യാലയം, അദ്ദേഹത്തിൻ്റെ ഒരു പേര് കൂടിയാണ്. സമാധാനം കിട്ടാൻ എവിടെയാണ് പോകേണ്ടത്? അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് അത് കിട്ടണമെന്നാണ്. വീടിൽ എന്താകണം നോക്കൂ, ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിക്കും ഒരാൾ കുടുംബജീവിതം ആരംഭിക്കുന്നത് വിവാഹത്തോടു കൂടിയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇണജീവിതം ആരംഭിക്കുക, ഇണകളായിട്ടാണ് ജീവിക്കേണ്ടത്. ഖുർആൻ ആ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് സൂറത്ത് റൂമിൽ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്. അതിൽ പ്രപഞ്ച സൃഷ്ടിപ്പുണ്ട്, മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ഭാഷകളിലുള്ള വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മഴയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇടിമിന്നലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ അള്ളാഹു പറയുന്നുണ്ട് വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നവനാകുന്നു അള്ളാഹു. എന്തിനാണ് ഇണ? ലിതസ്കുനു ഇലൈഹ, പുരുഷന്മാർക്ക് ശരിക്ക് സമാധാനം കിട്ടാൻ. ആരിലൂടെയാണ്? സ്ത്രീകളിലൂടെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ്, ആദം അലൈഹിസ്സലാമിന് സമാധാനം കിട്ടാൻ ആദമിൽ നിന്നാണ് അള്ളാഹു ഇണയെ സൃഷ്ടിച്ചു കൊടുത്തത്. അപ്പം നമ്മിൽ നിന്നുള്ളവരാണ് നമ്മുടെ ഇണകൾ എന്ന രീതിയിലാണ്, അവരിലൂടെയാണ് നിങ്ങൾക്ക് സുക്കൂന്, സമാധാനം കിട്ടുക എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. പിന്നെയോ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, ആ ഒരു കരാറിലൂടെ അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ
ദൈവികമായി വിവാഹ സുദിനത്തിന് നമുക്ക് കിട്ടുന്ന സമ്മാനമായിക്കൊണ്ടാണ് മവദ്ദത്തിനെയും റഹ്മത്തിനെയും അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത്. ഒരു സ്ത്രീക്ക് വിവാഹത്തിൻ്റെ സമ്മാനമെന്ന നിലക്ക് നമ്മൾ നൽകേണ്ടതാണെന്ത്? മഹർ, പാരിതോഷികം അല്ലേ? എന്നിട്ടാണ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ പാരിതോഷികം അവർക്ക് നൽകുന്നതോടൊപ്പം രണ്ടുപേർക്കുമായി അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണെന്ത്? മവദ്ദത്തും റഹ്മത്തും. വജഅല ബൈനക്കും, ദൈവികമായ പാരിതോഷികമാകുന്നു മവദ്ദത്തും റഹ്മത്തും. അത് കൊണ്ട് നടക്കണം. നിങ്ങളുടെ മരണം വരെ അത് കൊണ്ട് നടക്കണം. മരണാനന്തര ജീവിതത്തിൽ ഈ ജീവിതകാലത്ത് എങ്ങനെ നിങ്ങൾ അതിനെ പരിപോഷിപ്പിച്ചിരുന്നുവോ, പരിഗണിച്ചിരുന്നുവോ, പരിലാളിച്ചിരുന്നുവോ, അതിനനുസരിച്ചായിരിക്കും പഠിച്ചോൻ നമുക്ക് എന്ത് ചെയ്യാം, പരലോകത്ത് വരെ നമുക്കതിന് പ്രതിഫലം നൽകും. സ്നേഹം എന്ന വികാരത്തിന് പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട് അല്ലേ? സ്നേഹം എന്ന വികാരം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാകുമോ? ഉണ്ടോ? ഇല്ല. ഈ സ്നേഹം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ആരോടാണ്? അതാരോടാണ്? അള്ളാഹുവിനോടാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് തീവ്രമായ സ്നേഹം ഉള്ളവനാണ്. അള്ളാഹ് അങ്ങോട്ട് കൊടുക്കണതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ സ്നേഹം എനിക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ സ്നേഹം നൽകുന്നവനാണ് അൽ വദൂദ് അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹം നമുക്ക് തിരിച്ചു തരുന്നവനുമാണ് അള്ളാഹു. രണ്ടാമത് ആരോടായിരിക്കണം സ്നേഹം? ഹുബ്ബുർ റസൂൽ. ഹുബ്ബുള്ള കഴിഞ്ഞാൽ ഹുബ്ബുർ റസൂൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. പിന്നെ ആരോടായിരിക്കണം നമുക്ക് സ്നേഹം? മാതാപിതാക്കളോട്. ഹുബ്ബുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള സ്നേഹം. പിന്നീടുള്ള സ്നേഹം ആരോടായിരിക്കണം? പിന്നീട് ഇണകൾ തമ്മിലായിരിക്കണം സ്നേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഈ സ്നേഹം അത് നിലനിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദ എന്ന് പറഞ്ഞാൽ വുദ്, അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. വുദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം, അനുരാഗം, അളവറ്റ പ്രേമം. ഇതൊക്കെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം കൂടിയാണ്. കാരുണ്യത്തിൽ ചാലിച്ചിട്ടുള്ള സ്നേഹം. ഇത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ എന്തുണ്ടാകുള്ളൂ? മുആശറത്ത് ഉണ്ടാകുള്ളൂ, നല്ല സഹവാസം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാൽ എങ്ങനെയായിരുന്നു? ഏത് വിഷയത്തിലാണ്? വീട്ടിലെത്തിയാലും എന്താ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക നമ്മൾ പറയാറില്ലേ, വർക്ക് അറ്റ് ഹോം. വീട്ടിൽ തന്നെയാണ് പണി. പുറത്തു പോയാലും നമുക്ക് പണിയാണ്, ഒരു വന്നാലോ ജോലിയൊക്കെ ഇപ്പോൾ വീട്ടിലാണെന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ഓരോ പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും. ആ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൗകര്യമാണ്. എന്താണ്? സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, എത്ര തിരക്കുള്ള ആളായിരിക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലെല്ലാം വീട്ടിൽ വന്നാൽ ഒരു സുഖൂൻ, ഒരു സമാധാനം, ഒരു ശാന്തത ആർക്കുണ്ടാകുമായിരുന്നു? റസൂലിന്. അപ്പം എന്ത് വേണം? നമ്മൾ നമ്മുടെ സ്വസ്ഥമായി ഒന്ന് ആ ചാരുകസേര ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചാരുകസേര അവിടെ ഇല്ലല്ലേ, ചാരാൻ നേരല്ല ആളുകൾ. പണ്ടുള്ള ഈ തറവാട് വീടുകളിലൊക്കെ ചാരുകസേര, ആ ഉള്ള വീടുകാരൊക്കെ അതെന്തോ ഒരു സാധനമായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കാൻ പാകത്തിലല്ല, ഇവിടെ ഉണ്ടായിരുന്നു. വല്യപ്പാൻ്റെ വാപ്പയൊക്കെ ഉപയോഗിച്ച സാധനമാണിത്, ചാരുകസേര. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് നമുക്കിവിടെ അതിന് നേരല്ല, ചാരാൻ നേരല്ല. നമുക്കിപ്പോൾ എവിടുന്ന് ചാരാ? നമുക്ക് എവിടുന്ന് ചാരാം? സ്വർഗത്തിൽ ഈ ഇരിപ്പിടങ്ങളെ പറഞ്ഞിടത്തൊക്കെ എന്താണെന്നോ ചാരിയിട്ടേ ഇരിക്കണുള്ളൂ. അവിടെ
സ്വർഗത്തിലുള്ള ഇരുത്തം മുത്തഖീന ഫീഹാ അലൽ അറാഇ. മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? ചാരിയിരിക്കുന്നവന്, നേരെ ഇരിക്കുന്നില്ല. അപ്പം നമുക്ക് അവിടുന്ന് റെസ്റ്റ് എടുക്കാന്നല്ല നിൽക്കാതെ നമ്മളെ ഓട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും അതൊരു വിഷയം ഞാൻ പറഞ്ഞത്. ഈ സമാധാനം കിട്ടാൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാലും സ്വന്തം കാര്യങ്ങളിലോ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിലോ ഇടപെട്ടുകൊണ്ടല്ല റസൂല് സമയം ചെലവഴിച്ചിരുന്നത്. വീട്ടിലെത്തിയാൽ വീട്ടിലെ കാര്യങ്ങൾ. പ്രവാചകൻ്റെ എങ്ങനെയാണ്? ആയിഷ ബീവി പറഞ്ഞ മറുപടിയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സൗകര്യമുള്ള വീടുകളിൽ ഒരു വീടായിരുന്നു ഏത്? ബൈത്തു ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലിൻ്റെ ഏറ്റവും സൗകര്യമുള്ള വീട്. മറ്റു പത്നിമാരുടെ വീടുകളൊക്കെ അതിനേക്കാൾ സൗകര്യം കുറഞ്ഞതും സ്ക്വയർ ഫീറ്റ് കുറഞ്ഞതുമാണ്. റസൂല് എത്ര സ്ക്വയർ ഫീറ്റ് വിശാലതയുള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് കാണാൻ. അത് പൊളിക്കപ്പെടാതെ മസ്ജിദുൽ നബവിയിൽ എത്ര വികസന പ്രവർത്തനങ്ങൾ നടന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? റസൂലിനെ ഏതൊരു വീട്ടിലാണ് മരിപ്പിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മരിപ്പിച്ചത്. അതിൻ്റെ പരിമിതമായ സൗകര്യങ്ങൾ ഹദീസുകളിലൊക്കെ നമ്മൾ വായിച്ച എന്താണ്? വീടിന് ശരിക്ക് ഭദ്രമായ വാതിൽ പോലും ഇല്ലായിരുന്നു. പലപ്പോഴും വിരിയായിരുന്നു ഉണ്ടായിരുന്നത്. വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. പ്രവാചകന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതിന് ശേഷമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽക്കാരെ അവിടുന്ന് ഒഴിവാക്കിയതെന്നാണ്. അതുവരെ റസൂലിന് കാവൽക്കാരെ നിർത്തിയിരുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അത്ര സൗകര്യം കുറഞ്ഞ വീടായിരുന്നു. ഒരൊറ്റ വീട്, അതിൻ്റെ ഒരു ഭാഗത്ത് അടുക്കള, അടുക്കളൻ്റെ അപ്പുറത്ത് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മുറിൻ്റെ പേരെന്താണ്? സ്റ്റോർ റൂം അല്ലേ? സൂപ്പർ മാർക്കറ്റിലില്ലാത്ത സാധനങ്ങൾ പോലും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. അവിടെ തീർന്നിട്ടുണ്ടാവും. നമ്മളോടൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. റസൂലിൻ്റെ കാലത്ത് അങ്ങനെ സ്റ്റോർ ചെയ്യണ പരിപാടിയില്ല, സ്റ്റോർ റൂമില്ല. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളും സംഗതികളൊക്കെ അവിടെ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ അത് സ്വീകരണ മുറിയായിരിക്കും. ആൾക്കാരൊക്കെ വിരുന്നുകാർ വന്നാൽ, പ്രവാചകനെ കാണുന്ന ആളുകൾ വന്നാൽ സ്വീകരിച്ചിരുത്താൻ അവിടെ ഒരു വിരിപ്പുണ്ടാകും, 2-3 തലയണകൾ ഉണ്ടാകും. അതിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും അവർ കിടന്നുറങ്ങുന്ന നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്ന സൗകര്യമുള്ള സ്ഥലം. അവിടുന്ന് തന്നെയാണ് പലപ്പോഴും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിക്കാറുള്ളതും. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ നിശാന്ത്യ വേളകളിൽ പ്രാർത്ഥനകളിൽ മുഴുകുമ്പോൾ ചിലപ്പോൾ ആയിഷ ബീവിയുടെ കിടക്കുന്നുണ്ടാവും. നിസ്കാരത്തിന് ലീവായിരിക്കും, അല്ലെങ്കിൽ റസൂല് വിളിച്ചുണർത്തി ഒപ്പം നമസ്കരിപ്പിക്കും. അപ്പം നബി ഒറ്റക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആരുടെ കാലൊക്കെ നീണ്ടു വന്നിട്ടുണ്ടാകും? ആയിഷ ബീവിൻ്റെ കാല് നീണ്ടു വന്നിട്ടുണ്ടാകും. സുജൂദിൽ ശരിക്ക് തലവെക്കാൻ വേണ്ടി ചിലപ്പോൾ കാല് നീക്കേണ്ട അവസ്ഥകളെക്കുറിച്ചൊക്കെ ഹദീസുകൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇത്ര പരിമിതമായ സൗകര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ശരിക്ക് അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ വീടുകളിൽ തന്നെ സ്വർഗീയമായ അന്തരീക്ഷം തീർക്കുകയായിരുന്നു ആര്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയമായ അന്തരീക്ഷം അവനവൻ്റെ വീടുകളിൽ തന്നെ തീർക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമായിരുന്നു തൻ്റെ സഹധർമ്മിണികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആയിഷ ബീവി പറഞ്ഞത്, റസൂൽ ഇവിടെ വന്നാൽ ഞങ്ങളുടെ അടുക്കള ജോലികളിൽ ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നാണ്. പല സുന്നത്തുകളും വളരെ ഗൗരവത്തിൽ ഇങ്ങനെ പറയണില്ലേ ആൾക്കാർ. ഈ സുന്നത്ത് അധികം ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കൂല കേട്ടോ. ഇനി അത് അറിയാവുന്നവർ തന്നെ ആ സുന്നത്തിനൊക്കെ എന്ത് ചെയ്യും? പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ജീവിതചര്യയല്ലേ, അത് അധികം ആൾക്കാർ എടുക്കൂല. ചെരുപ്പിട്ട് നിസ്കരിക്കൽ സുന്നത്താണെന്നൊരു ഹദീസിലുണ്ട്. ചെരുപ്പിട്ടും എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ആ സുന്നത്ത് എടുക്കാൻ വേണ്ടി നമ്മുടെ സുന്നത്ത് സഹോദരങ്ങൾ എന്ത് ചെയ്തു എന്നോ, 2 ചാക്ക് ചപ്പൽ ആ പള്ളിയിൽ, അതൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പള്ളി ഉണ്ടാക്കില്ലേ, അവിടെ കുറച്ച് വീടുകൾ, അവിടെയൊക്കെ ഒരു പ്രത്യേക, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നെൽപുരി. എന്നിട്ട് അവിടെ
പള്ളിക്ക് പുറത്തിടാൻ വേറെ ചെരുപ്പ്, പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാൻ വേറെ ചെരുപ്പ്. അപ്പോൾ ചെരുപ്പിട്ട് നിസ്കരിക്കാമെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ചെരുപ്പിട്ട് നിസ്കരിക്കണം. നോക്കണം നിങ്ങൾ. അങ്ങനെ എന്തൊക്കെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വേണം. അപ്പോൾ ചെരുപ്പിട്ടും നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെരുപ്പിട്ട് തന്നെ നിസ്കരിക്കണം എന്നാണോ? അല്ല. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. നല്ല ഉണക്ക റൊട്ടിയാണ്. അതൊന്ന് പൊതിർത്ത് എന്ന് ഇവിടെ പറയാം. പൊതിർത്തി തിന്നാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല. ഖല്ലുണ്ട്. ഖല്ല് എന്ന് പറഞ്ഞാൽ എന്താ? സുർക്ക. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തു ആയിഷ ബീവി. അപ്പോൾ സുർക്കയിൽ മുക്കിയിട്ട് എന്ത് തിന്നുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി തിന്നുന്നു. അങ്ങനെ തിന്നിട്ട് നബി പറഞ്ഞു, നല്ല അതിർപ്പത്തിൽ പ്രിയ പത്നി കൊണ്ടുപോയി കൊടുത്ത കൂട്ടാനല്ലേ. അപ്പോൾ നിഅമൽ ഇദാമുൽ ഖല്ലു, സുർക്ക എത്ര നല്ല കൂട്ടാനാണ്. അപ്പോൾ ഹദീസിൽ വന്നാണ് കേട്ടോ. ആ സന്ദർഭത്തിനനുസരിച്ച് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാംസം ഏതാണ്? ആടിൻ്റെ മാംസം. ആടിൻ്റെ മാംസത്തിൻ്റെ ഭാഗത്ത് നിന്ന് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? കുരങ്ങിൻ്റെ മാംസമായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഒരാൾ ആടുന്നാണെങ്കിൽ കുരങ്ങനെ തിന്നണം, നബിക്ക് ഇഷ്ടമുള്ളത് തിന്ന. അങ്ങനെ ഒരു സുന്നത്തല്ല. അപ്പോൾ നബി ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിഅമൽ ഇദാമുൽ ഖല്ല്, സുർക്ക എത്ര നല്ല കൂട്ടാനാണ്. അപ്പോൾ നമ്മളതിങ്ങനെ എടുത്തിട്ട് നിഅമൽ ഇദാമുൽ ഖല്ലു, ഒരാൾ സുർക്ക കച്ചവടം തുടങ്ങുക. ഏത്? നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനായ സുർക്കയാണ് ഞാൻ വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ തിന്നണമെന്നില്ല. അപ്പോൾ റസൂല് പറഞ്ഞൊരു സംഗതി തന്നെ അതിൻ്റെ സന്ദർഭവും സാഹചര്യമൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് ശരിക്കും നമുക്ക് സുന്നത്ത് എന്താണ് കിട്ടേണ്ടത്? ഭാര്യ നല്ലൊരു പുതിയ ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് തിന്നുന്ന സംബന്ധം ഇത് രുചിയില്ല എന്നല്ല പറയേണ്ടത്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത്. എന്ത്? ഈ ചമ്മന്തി എത്ര നല്ല ചമ്മന്തി എന്ന് പറയുക എന്ന സുന്നത്താണ് അതിന് ശരിക്കുള്ളത്. നീ സുർക്കെതിരായി ഇവിടെ ക്ലാസ് എടുത്തൊന്നും ആരും പറയണ്ട കേട്ടോ. ഹദീസിനെതിരായി, ഹദീസിന് ശരിയെന്നൊന്നും ആരും പറയണ്ട. ഈ സംഗതി നമ്മൾ മനസ്സിലാക്കണം. എന്തും വെറും അക്ഷരവായന നടത്തുകയല്ല ഒരു കാര്യത്തിലും ചെയ്യേണ്ടത്. അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ സന്ദർഭങ്ങളെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കള കാര്യങ്ങളിൽ ഇടപെടുന്നത് ഓരോ കാര്യം പറയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നാൽ ചൂലെടുത്ത് അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പം എന്തായി വിചാർക്ക? വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചൂലൊക്കെ ഒന്ന് എടുത്ത് അടിച്ചു വാരൽ വാരി കേൾക്കേണ്ട അവിടെ ഉണ്ട്, കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ സുന്നത്തൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുക്കാം. പാല് കറക്കുന്ന സംഗതി ഏതായാലും ഇല്ല ഇപ്പോൾ നമുക്കാർക്കും. പിന്നെ വളർത്തു മൃഗങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് കറന്ന് കൊടുക്കാം, മാംസം മുറിക്കാം. ഇനി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വൃത്തിയാക്കാം. പണ്ടത്തെ മാതിരി ഒന്നും ഭാരിച്ച പണിയില്ലല്ലോ അല്ലേ? ഇപ്പോൾ ഒക്കെ എന്തിനുണ്ടായി? മഹസലയിൽ ഇട്ടാൽ മതി. വാക്വം ക്ലീനർ അടിച്ചു വാരലും ഇല്ല. മുറ്റം അടിച്ചു വാരുന്ന കാര്യം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. വൃത്തിബോധത്തെക്കുറിച്ച് പറയുമ്പോൾ വീടും പരിസരവും വൃത്തിയാകണം. ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പകുതിയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അത്തൊഹൂറു ശത്രുൽ ഈമാൻ, അത്തൊഹൂറു നിസ്ഫുൽ ഈമാൻ. നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയുള്ളതല്ലേ? അല്ലേ? നമ്മുടെ വസ്ത്രം എപ്പോഴും വൃത്തിയുള്ളതാകണ്ടേ? അല്ലേ? നമ്മുടെ മനസ്സ് വൃത്തിയുള്ളതാകാൻ, ഉള്ളു വൃത്തിയുള്ളതാകാൻ നമ്മുടെ പുറവും എന്ത് ചെയ്യണം? വൃത്തിയുള്ളതാകണം. നമ്മൾ പെരുമാറുന്ന ഇടം അത് വൃത്തിയുള്ളതാകണം. നമ്മുടെ റൂമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ മുറ്റമാണെങ്കിലും നമ്മുടെ പരിസരമാണ്. ഇതാണ് ശരിക്കും ഇസ്ലാം. ഇസ്ലാമിൻ്റെ സൗന്ദര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേ കൊടുത്താൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? 1 കിലോ ഇറച്ചി വാങ്ങിയാൽ ഇപ്പോൾ ഒക്കെ മുറിച്ച് കിട്ടും. ഇറച്ചിക്കടയിൽ നിന്ന് തന്നെ എത്ര സൈസ് വേണം ഇഞ്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് മുറിച്ച് കിട്ടുന്ന സംഗതികളാണ്. അവിടെ ഒന്നും നമുക്കില്ല. അപ്പോൾ എന്താ, ഒന്ന് കഴുകാൻ തന്നെങ്കിലും കൂടി കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ വരികയാണെങ്കിൽ അത് ആ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ചൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആ കറിക്ക് പിന്നെ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരുടെ അരികിൽ ഇരുന്ന് കൊണ്ട് വർത്താനം പറഞ്ഞിട്ട് ആ പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കി കൊടുക്കുക, ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാം? ഈ വിഷയങ്ങളൊക്കെ പറയാം.
സമയം കിട്ടൂലേ? സമയം ലാഭിക്കുക. അവർക്ക് എത്ര ആദായമാകും? പറയണ്ട, നിർത്തിക്കോളി എന്ന് പറയണ്ടെങ്കിൽ സുഖമായിട്ട്. ഇതാണ് ശരിക്കും അല്ലാഹ് പറഞ്ഞത്, വാശിറൂഹുന്ന ബിൽ മഅറൂഫ്. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമാണ് ഇസ്ലാം! എത്ര സമാധാനം കിട്ടും നമുക്ക്. ഇതിന് കുറച്ച് സമയം ചിലവഴിച്ചോളൂ. നമ്മൾ പുറത്തേക്കൊന്നും പോകണ്ട, ടൂറ് പോകണ്ട, ഔട്ടിങ് പോകണ്ട. ഔട്ടിങ്ങിന് നേരം കിട്ടും ഉള്ളിൽ തന്നെ, അതും പോയിക്കോളി, അത് പോണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ഇല്ലാതെ അത് പോയിട്ടെന്തില്ല, ഒരു കാര്യമില്ല. വീട്ടിലിങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ കടപ്പുറത്ത് പോയിരിക്കുന്നു, അല്ലെങ്കിൽ മൈസൂർക്കൊന്ന് പോകുന്നു, ഊട്ടിക്കൊന്ന് പോകുന്നു. പിന്നെ വീട്ടിലെത്തിയാലോ അത് കുറച്ച് നേരമല്ലേ ഉള്ളൂ. വീടകങ്ങൾ എന്താക്കണം? വിനോദ കേന്ദ്രങ്ങളാക്കണം, ആനന്ദത്തിൻ്റെ സങ്കേതങ്ങളാക്കണം. അതല്ലേ പഠിച്ചോൻ പറയുന്നത്. അതിനുള്ള മരുന്ന് പഠിച്ചോൻ തന്നിട്ടുണ്ട്. അതെന്താണ്? അള്ളാന്റെ സമ്മാനമായി തന്ന മരുന്നാണെന്ത്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹു നിങ്ങൾക്ക് അതിരും എതിരുമില്ലാത്ത സ്നേഹാനുരാഗങ്ങൾ നിങ്ങൾക്ക് അവൻ്റെ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കൈവടിയരുതെന്നാണ്. നമ്മളിങ്ങനെ സ്നേഹത്തോടു കൂടി കഴിയുന്നത് ആര് കാണണം? മക്കൾ കാണണം കേട്ടോ. ഒരു പെൺകുട്ടിയോട് നിനക്ക് എങ്ങനത്തെ ഭർത്താവിനെയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മയും ബാപ്പി. മോളെ, എല്ലാ പെൺമക്കളും അങ്ങനെ പറയില്ലപ്പോൾ. സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ പറയും ചെയ്യും. നിനക്ക് എങ്ങനത്തെ ഭർത്താവിനെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ മോള് പറഞ്ഞെന്താണോ? എന്താ പറഞ്ഞത്? എനിക്ക് എൻ്റെ ബാപ്പാൻ്റെ മാതിരിയുള്ള ഒരു ഭർത്താവിന് വേണം. എനിക്കെൻ്റെ ബാപ്പാൻ്റെ മാതിരിയുള്ള ഒരു ഭർത്താവിന് വേണം. ആ ഉമ്മ അനുഭവിക്കുന്ന ആ കുടുംബ ജീവിതത്തിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ഉമ്മ അനുഭവിക്കുന്ന അളവറ്റ ആനന്ദവും അതേപോലെ തന്നെ സമാധാനവും സ്നേഹമസൃണമായ അവരുടെ ഒരുമിച്ചുള്ള ജീവിതവും കണ്ടാണ് ആര് വളരുന്നത്? നമ്മുടെ മക്കളും. അങ്ങനെയാണ് വളരേണ്ടത്. അതുകൊണ്ടല്ലേ ആ കുട്ടി പറഞ്ഞത് എനിക്കെൻ്റെ ബാപ്പാൻ്റെ മാതിരിയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതി. അങ്ങനെ പറയാനുള്ള യോഗ്യത ആര് നേടണം? നമ്മൾ നേടണം. അതിൻ്റെ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്, കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഖിയാറുക്കും ലിനിസായിക്കും എന്നാണ്. അപ്പോൾ നോക്കൂ, ഇനി ബാക്കി നിങ്ങളിങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഓരോ സ്വഭാവങ്ങളും ആയിഷ ബീവി പറഞ്ഞ്, എല്ലാ കാര്യവും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒക്കെ നമുക്കറിയാവുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടകങ്ങളിൽ എന്തായാലും നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതും പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്ന ഒരു ഭാഗമാണ്. കൂലി കിട്ടുന്ന കാര്യമാണ്. ഇതാര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുല്ലു ഷൈ, എല്ലാ കാര്യവും, ലൈസ ഫീഹി ദിക്റുല്ലാഹ്, ദൈവസ്മരണയില്ലാത്ത, അള്ളാഹിനെ ഓർക്കാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഫഹുവ ലഗൂൻ ഔ ലഹൂൻ ഇല്ലാ അർബഅതു ഖിസാൽ, 4 കാര്യങ്ങൾ ഒഴികെ അള്ളാഹിനെ ഓർക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലെന്തുണ്ടാവില്ല, അത് വ്യർത്ഥമാണ്, അത് വിനോദമായി പോകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയണം. 3 കാര്യം നമുക്ക് പിന്നെ പറയാം കേട്ടോ. അതിൽ റസൂല് പറഞ്ഞെന്താണോ? മുലാഅബത്തുർ റജുലി അഹ്ലിഹി, ഒരു വ്യക്തി തൻ്റെ സഹധർമ്മിണിയോട് നടത്തുന്ന സ്നേഹത്തോടെയുള്ള നർമ്മസല്ലാപം. ആ നേരത്തെ നിങ്ങൾക്ക് പഠിച്ചവനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഒരു ധർമ്മമാണ് നടന്നത്. സംസാരിക്കാൻ നേരമില്ലപ്പോൾ ശരിക്ക് നേരം കൊടുക്കണം. നിങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം. 1 മണിക്കൂർ നിനക്ക് വേണം, അത് നിങ്ങളുടെ അവകാശമാണ്. 1 മണിക്കൂറൊക്കെ കിട്ടില്ലല്ലോ. ഒരു ജോലി കഴിഞ്ഞു മൊബൈൽ. അതെ, അവത്ത് നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് ഇന്ന് ഇത്ര മണിക്കൂർ വേണം. എന്തിന്? വർത്താനം പറഞ്ഞിരിക്കാന്. അല്ല, വർത്താനം പറഞ്ഞിരിക്കാന്ന് പറയണ്ട, സുന്നത്ത് എടുക്കാൻ, ഒരുമിച്ചുള്ള ഒരു സുന്നത്ത് എടുക്കുക. നമ്മൾ അതിന് വേണ്ടി ഒരു അരമണിക്കൂർ വേണമെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം? വെറുതെ മുലാഅബ എന്ന് പറഞ്ഞാൽ സീരിയസ് ടോക്കല്ല.
നമ്മളെ മോള് വലുതായിട്ടുണ്ട് കേട്ടോ, ആലോചിക്കണ്ടേ, വിവാഹപ്രായത്തിട്ടുണ്ട്, അതൊക്കെ സീരിയസ് ടോക്കാണ്. അതിനൊക്കെ വേറെ ടൈം കണ്ടോളി. മുലാഅബ എന്ന് പറയാം, മുലാഅബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൊഞ്ചിക്കുഴഞ്ഞുള്ള നർമ്മസല്ലാപങ്ങൾക്ക്. റസൂല് ടൈം അനുവദിച്ചത് ഏത് നേരത്താണോ? പ്രവാചകൻ ഏറ്റവും വിലപ്പെട്ട സമയം തൻ്റെ സഹധർമ്മിണി ചോദിച്ചു വാങ്ങിയപ്പോൾ കൊടുത്തു, അപ്പോയിൻമെന്റ് കൊടുത്തു റസൂലുള്ള. റമദാൻ മാസത്തിൽ അവസാനത്തെ 10 മസ്ജിദുൻ നബവിയിൽ ഇഴ്തികാഫിരിക്കുന്ന നേരത്താണ് പത്നി ടൈം ചോദിക്കുന്നത്, അപ്പോയിൻമെന്റ് ചോദിക്കുന്നത്. റസൂൽ വരാൻ പറയൂ, വന്നിരുന്നു, സംസാരിച്ചു. ഹദീസിൽ പറയുന്നത് എത്ര നേരമാണോ? മണിക്കൂറാണ് കൊടുത്തത്. അപ്പോൾ നബി നോക്കൂ, വലിയ ഒരു ഇബാദത്ത് ചെയ്യുന്നതിനിടയിൽ ഏറ്റവും വലിയൊരു ഇഹ്സാൻ, സുഹൃതം, ഇബാദത്തിൻ്റെ ഇടയിൽ തന്നെ വേറൊന്ന് റസൂൽ ചെയ്യുന്നു. നമ്മൾ അനുവദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ? റുക്കൂഅ്, വർക്കഉ വസ്ജുദു എന്നൊക്കെ പറയുന്നില്ലേ? ഖിയാമ്, റുക്കൂഅ്, സുജൂദ് നിസ്കാരത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ്. സുജൂദ് കിടക്കുമ്പോൾ പേരക്കുട്ടി കഴുത്തിൽ വന്നിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ടൈം അനുവദിച്ചു കൊടുത്തു. ആർക്ക് അനുവദിച്ചു കൊടുത്തു? സ്വന്തം പേരക്കുട്ടിക്ക്. ഉമാമ ബിൻത് സൈനബ് ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ മകൾ സൈനബിൻ്റെ മകൾ ഉമാമ എന്ന പേരക്കുട്ടി സുജൂദിൽ, അതും റസൂലുള്ള ഇമാമ് നിന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിൽ, സുന്നത്ത് നിസ്കാരമൊന്നുമല്ലത്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കുട്ടി അവിടെ കയറിയിരുന്നത്. കുട്ടിക്ക് വല്യാപ്പയിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, ആ കുട്ടിക്കറിയാം. ഇങ്ങനെ മസ്ജിദുൻ നബവിയിലെ മിഹ്റാബിൽ റസൂല് കിടക്കുമ്പോൾ കുട്ടി അവിടെ കയറിയിരിക്കാൻ ധൈര്യം കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഈ വല്യാപ്പ വീട്ടിൻ്റെ ഉള്ളിൽ എത്ര ഏതെങ്കിലും കളിപ്പിക്കുന്നുണ്ടാവും കുട്ടികളെ. ഇത് റെക്കോർഡ് ചെയ്യാനോ ഫേസ്ബുക്കിൽ വിടാനോ വേണ്ടി ഇങ്ങനെ ഏർപ്പാട് ചെയ്യുന്ന പരിപാടിയല്ല. പ്രവാചകന്റെ ജീവിതത്തിൽ, പച്ചയായ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. റസൂല് നോക്കൂ, ആ ഇബാദത്തിനിടയിൽ, നമസ്കാരമാകുന്ന ഇബാദത്ത്, അത് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ സുജൂദ് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആ ഇബാദത്തിനിടയിൽ ഒരു ഇഹ്സാനിന് കൂടി സമയം അനുവദിക്കുന്നു. ആ ഇഹ്സാൻ എന്താണ്? തൻ്റെ പേരക്കുട്ടിക്ക് അവിടെ വന്നിരിക്കാനുള്ള ടൈം അലോട്ട് ചെയ്യുകയാണ്, അനുവദിച്ചു കൊടുക്കുകയാണ്. അവന് അവൻ്റെ ഇഷ്ടം തീരുന്നത് വരെ ഇരിക്കട്ടെ. ആ എഴുന്നേറ്റ് പോകുന്നവരെ റസൂൽ സുജൂദിൽ. അത് തഖ്വയുടെ കൂടി ഭാഗമാണ്. നമ്മൾ കൊടുക്കേണ്ട ആളുകൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമോ ഈ അവകാശങ്ങളൊക്കെ വകവെച്ച് കൊടുക്കൽ കൂടിയാണെന്ത്? തഖ്വ. അവ നമ്മുടെ സഹധർമ്മിണികൾക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളെയും വകവെച്ച് കൊടുക്കുക എന്ന ഈ തഖ്വ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതുകൂടിയാണെന്ത്? വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മളെ അർഹരാക്കുമാറാകട്ടെ. അതിന് പ്രത്യേകമായ സഹായവും തൗഫീഖും അവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഇനി നോക്കൂ, ഫഇൻ കരിഹ്തുമൂഹുന്ന. ഇനി നിങ്ങളുടെ ഇണകളിൽ നിന്ന്, ഇണജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകും? അനിഷ്ടകരമായ കാര്യങ്ങൾ അന്യോന്യമുണ്ടാകാം. നിങ്ങൾ അവരിൽ നിന്ന് വല്ല കാര്യവും വെറുക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് അവരോട് വല്ല വെറുപ്പും തോന്നുന്ന പക്ഷം എന്നാണ് കേട്ടോ. ഫൈൻ കരിഹ്തുമൂഹുന്ന. അപ്പോൾ നിങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കുന്ന എന്തെങ്കിലും, ചിലപ്പോൾ അവരുടെ വർത്തമാനത്തിലാകാം, അവരുടെ പെരുമാറ്റത്തിലാകാം, അവരുടെ ബോഡി ലാംഗ്വേജിലാകാം, അവരുടെ നിലപാടുകളിലാകാം, നിങ്ങളോടുള്ള അവരുടെ സമീപനം എന്തെന്താകട്ടെ, ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അനിഷ്ടകരമായ വല്ലതും ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ അല്ലാഹ് പറയുന്നത് എന്താണെന്നോ? ഫഅസാ അൻ തക്റഹു ഷൈആ.
നിങ്ങളെ ഒരു കാര്യം വെറുപ്പിക്കുകയാണ് എങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈആ വയജഅലുല്ലാഹു ഫീഹി, നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ തന്നെ അതേ കാര്യത്തിൽ അല്ലാഹു ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് എന്ത്? ഖൈറൻ കസീറാ, ധാരാളം നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിലൂടെ തന്നെ ഉണ്ടാക്കി തന്നിരിക്കാമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറുപ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ബന്ധങ്ങൾ ഉലയാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയും വിശ്വാസിനിയായ തൻ്റെ ജീവിത സഖിയെ വെറുക്കാതിരിക്കട്ടെ, പിണങ്ങാതിരിക്കട്ടെ. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, എന്തെങ്കിലും ഒരു സ്വഭാവം അവളിൽ നിന്ന് നിങ്ങൾക്ക് വെറുപ്പുള്ളതായിട്ട് ഉളവാവുകയാണെങ്കിൽ റളിയ മിൻഹാ ആഖർ, എത്രയെത്ര സ്വഭാവങ്ങളാണ്, പെരുമാറ്റങ്ങളാണ്, വർത്തമാനങ്ങളാണ് അവരിൽ നിന്ന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായി ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. കേട്ടോ, കുറേ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തു കൂട്ടുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു അനിഷ്ടം നിങ്ങളുടെ പെരുമാറ്റത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ, ഒരു വിശ്വാസിയും വിശ്വാസിനിയെ വെറുക്കാൻ പാടില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവിടെ ആ ആയത്ത് അവസാനിക്കുകയാണ്. ഇനി നോക്കൂ, ഇനി മറ്റൊരു വിഷയം തന്നെയാണ്. വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജ്, ആയത്തന്നെയല്ലേ ഇനി? വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറാ ഫലാ തഖുദൂ മിൻഹു ശൈആ അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീനാ وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. ഇനി ഭാര്യമാരോട് നിങ്ങൾക്കിങ്ങനെ അനിഷ്ടവും വെറുപ്പൊക്കെ തോന്നി ആ ഭാര്യയെ ഒന്ന് അരിക്കാക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജ്, നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ നിങ്ങൾ പകരം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം, ഇസ്തബ്ദല എന്ന് പറഞ്ഞു കേട്ടോ. ഇസ്തിബ്ദാൽ, ഇസ്തബ്ദല, ഇസ്തബ്ദിലു, അതിൻ്റെ മസ്തറാണിത് ഇസ്തിബ്ദാൽ. വൈൻ അറത്തും ബദൽ അല്ലേ, ബദല യബ്ദിലു എന്ന് പറഞ്ഞാൽ ബദൽ എന്നുള്ളത് ശരിക്കും നമ്മൾ മലയാളത്തിൽ തന്നെ യൂസ് ചെയ്യുന്ന അറബി പദമാണ് ബദൽ അല്ലേ, അതാണ് അതിൻ്റെ ഇസ്തഫ്അല വസനാണിത് ഇസ്തബ്ദല, ബദല ഇസ്തബ്ദല. വൈൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജ്, എന്നിട്ടോ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറാ. ഇഹ്ദാഹുന്ന എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാൾക്ക്, ഭാര്യമാരിൽ ഒരാൾക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട്. വആതൈതും ഇഹ്ദാഹുന്ന, എന്ത് നൽകിയിട്ടുണ്ട്? ഖിൻതാറ എന്നാണ്. ഖിൻതാർ എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം തന്നെ നിങ്ങൾ അവർക്ക് മഹറായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഖിൻതാർ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഫലാ തഖുദൂ മിൻഹു ശൈആ, അതിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ സ്ത്രീകൾ, നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഒരിക്കലും അവർക്ക് കൊടുത്ത മഹറിൽ നിന്ന് നിങ്ങളൊന്നും ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പാടില്ല. അങ്ങനെ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തായിരുന്നു? ജാഹിലിയ കാലത്ത് അങ്ങനെയുള്ള പല സമ്പ്രദായം അവർ ചെയ്തിരുന്നു. തലാക്ക് ചൊല്ലിക്കൊടുക്കൂല, പിന്നെന്ത് വേണം? ഞാൻ തന്നിട്ടുള്ള മഹർ ഇങ്ങോട്ട് തിരിച്ചു തരികയാണെങ്കിൽ വിവാഹമോചനം ചെയ്യാൻ. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവരെ കെട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നല്ലോ. വലാ തഅ്ദുലൂഹുന്ന എന്ന് ഖുർആൻ പ്രയോഗിച്ചത് അതാണ്. അങ്ങനെ ഒരു ഖിൻതാർ തന്നെ നിങ്ങൾ അവർക്ക് മഹറായി നൽകിയിട്ടുണ്ടെങ്കിൽ ഫലാ തഖുദൂ മിൻഹു ഷൈഅൻ,
ഒന്നും ഒരംശവും അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല. എന്നിട്ട് പഠിച്ചോൻ ചോദിക്കുകയാണ്, എന്ത് മര്യാദയാണ് ചങ്ങാതിമാരെ ഇത്? നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള മഹറിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുക എന്നുള്ളത് അത്തഖുദൂനഹു, നിങ്ങളത് സ്വീകരിക്കുകയാണോ? നിങ്ങളതിനെ മടക്കി വാങ്ങുകയാണോ? അങ്ങനെ മടക്കി വാങ്ങുകയാണെങ്കിൽ എന്താണ്? ഖുർആൻ നോക്കൂ, ബുഹ്താനം വ ഇസ്മം മുബീന. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ എന്താ? കള്ളാരോപണമാണ് അത് എന്നാണ്. അപ്പോൾ കള്ളാരോപണം ചുമത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുത്ത മഹറിനെ തിരിച്ചു വാങ്ങുകയാണോ ചെയ്യുന്നത്? വ ഇസ്മം മുബീന, ഇസ്മം മുബീനാണ്, അത് പ്രത്യക്ഷമായ പാപമാണെന്ന്. വ്യക്തമായ പാപം, പ്രത്യക്ഷമായ അധർമ്മമാണ് നിങ്ങൾ അതുകൊണ്ടൊക്കെ ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വകൈഫ തഖുദൂനഹു, നിങ്ങൾക്ക് എങ്ങനെ അത് മേടിക്കാൻ കഴിയും? കൈഫ തഖുദൂനഹു വഖദ് അഫ്ളാ ബഅദുകും ഇലാ ബഅദ്, നിങ്ങൾ അന്യോന്യം, ബഅദുകും ഇലാ ബഅദ് എന്ന് പറഞ്ഞാൽ പരസ്പരം, അന്യോന്യം. അഫ്ളാ യുഫ്ളി എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂടിക്കലർന്ന് ഇണകളായി ഇണത ചേർന്ന് ജീവിച്ചവരല്ലേ? എങ്ങനെ നിങ്ങൾക്ക് അവർക്ക് കൊടുത്തത് നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ കഴിയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ വൈവാഹിക ബന്ധം, അതിൻ്റെ പവിത്രത, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, അതൊക്കെയാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിച്ചു തരുന്നത്. പിന്നെ അതിൻ്റെ സമാപനം എന്ന വണ്ണം പറയുന്നത് നോക്കൂ, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീല എന്നാണ്. നിങ്ങളിൽ നിന്ന്, ഗലീൽ എന്ന് പറഞ്ഞാൽ സുദൃഢമായ, കനത്ത, ഗലീൽ എന്ന് പറഞ്ഞത് ഖഫീഫ് ഗലീൽ കേട്ടോ, കനം കുറഞ്ഞു കനമുള്ളത്. അപ്പോൾ കനത്ത സുദൃഢമായ ഒരു കരാർ അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അഖദിന എന്ന് പറഞ്ഞാൽ ആരെടുത്തു എന്നാണ്? അഖദിന എന്ന് പറഞ്ഞാൽ സ്ത്രീകളോ പുരുഷന്മാരോ? സ്ത്രീകൾ കരാറ് വാങ്ങുന്നുണ്ട്. ആരിൽ നിന്ന്? മിൻകും. അപ്പോൾ വിവാഹ സമയത്ത് ആര് കൂടി കരാറ് വാങ്ങുന്നുണ്ട്? സ്ത്രീകൾ നിങ്ങളിൽ നിന്നൊരു കരാറ് വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതും ഗലീലായ, അപ്പോൾ വളരെ സുദൃഢമായ കനത്ത ഒരു കരാർ അവർ നിങ്ങളിൽ നിന്ന് വാങ്ങുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നതെന്ന് അള്ളാഹു ചോദിക്കും. ഈ കരാർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെക്കുറിച്ച് ഇമാം റാസി റഹിമഹുല്ലാ വിശദമായി പറയുന്നുണ്ട്. വഖാലൽ ഉസ്താദുൽ ഇമാം ഇന്ന ഹാദൽ മീസാഖു ലാ ബുദ്ദ അൻ യകൂന മുനാസബൻ ലി ഇഫ്ളാഇ ഫി അന്ന കുല്ലം മിൻഹുമാ ശഅ്നുൻ മിൻ ശുഊനിൽ ഫിത്രത്തി സലീമ. ശരിക്കും മനുഷ്യൻ്റെ ശുദ്ധമായ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിവെച്ചിട്ടുള്ള ഈ ബന്ധം, അതിൻ്റെ പ്രാധാന്യവും പവിത്രതയാണ് ഇവിടെ പറയുന്നത്. ഭാര്യാപിതാവിൻ്റെ കൈപിടിച്ച് അല്ലേ നമ്മളൊക്കെ ഏറ്റെടുത്തവരാണ് ആര്? നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ ജീവിത സഖികളായ പത്നിമാരായ ഭാര്യമാർ. ഭാര്യ നമ്മൾ പറയുന്നുള്ളൂ മലയാളത്തിൽ, ഭാര്യ ഭർത്താവ് എന്നല്ലേ. ഇണ എന്നുള്ള കൺസെപ്റ്റാണ് ശരിക്കും സൗജ് എന്നതിനുള്ളത്. സൗജൈൻ എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചതാണ്. ഇണകളാണ് പരസ്പരം. അപ്പോൾ നോക്കൂ, ഈ ഒരു കരാറ്, എൻ്റെ മകളെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഞാൻ ഇണയായി തൃപ്തിപ്പെട്ട് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞത് അന്തും അഖത്തുമൂഹുന്ന ബി അമാനത്തില്ലാന്ന്, അള്ളാഹുവിൻ്റെ അമാനത്തിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തത്. അപ്പോൾ അവരുടെ മനസ്സിൽ നോക്കൂ നിങ്ങൾ, അവരെടുക്കുന്ന കരാർ എന്താണെന്നോ? ഇനി എനിക്ക് എൻ്റെ ഉപ്പയിൽ നിന്ന്, എൻ്റെ ഉമ്മയിൽ നിന്ന്, എൻ്റെ സഹോദരന്മാരിൽ നിന്ന്, സഹോദരികളിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരികളിൽ നിന്ന്, തോഴിമാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് ഒക്കെ കിട്ടിയിരുന്ന സ്നേഹം, അംഗീകാരം, ആദരവ്, ബഹുമാനം, പരിഗണന ഒരൊറ്റ മനസ്സിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടുള്ള ഈ വ്യക്തിയിൽ നിന്ന് കിട്ടും എന്ന ഒരു ഉറപ്പ് ആരുടെ മനസ്സിലുണ്ട്? വിവാഹിതയാകുന്ന ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈയും പിടിച്ച് ഇറങ്ങി വരുന്നത്, നിങ്ങൾ പോകുന്നിടത്തൊക്കെ പോരുന്നത്.
നിങ്ങൾ കൊണ്ടുപോകുന്നിടത്തൊക്കെ നിങ്ങളുടെ കൂടെ അനുസരണയോടുകൂടി വരുന്നത്, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നത്. എന്തുറപ്പ്? എന്നെ ഒരിക്കലും കൈയൊഴിക്കുകയില്ല. ഈ ഒരു ഉറപ്പ് സ്ത്രീകൾ ആരിൽ നിന്ന് വാങ്ങുന്നുണ്ട്? വാഹദിന മിൻകും. ഈ ഉറപ്പ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ 2 മീസാക്കുണ്ട്. ഒന്ന് സ്ത്രീകൾ നമ്മളിൽ നിന്ന് എടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടി ജീവിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരം പണികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പറയേണ്ട കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ റോൾ മോഡലായി വൈവാഹിക ദാമ്പത്യ കുടുംബ ജീവിതത്തിന് ലോകോത്തരമായ മാതൃക ആര് കാണിച്ചു തന്നിട്ടുണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്തായിരിക്കണം? ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിബാഉ ആയാത്തില്ലാ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളെ ഇത്തിബാഅ് ചെയ്യുക, പ്രവാചക സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുക. അങ്ങനെ നല്ല സന്തോഷകരമായ ആനന്ദദായകമായ സ്നേഹമസൃണമായ ഒരു വൈവാഹിക ദാമ്പത്യ കുടുംബജീവിതം നയിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തുണയേകുമാറാകട്ടെ. അല്ലാഹുവേ, മനുഷ്യ സഹജമായി പറ്റിപ്പോകുന്ന ധാരാളം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ സമീപസ്ഥനായവനെ, നിൻ്റെ കരുണ കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫ നൽകണമേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അധ്യാപനങ്ങളും പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്താനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.